നല്ല ത്രില്ലിംഗ് ആണ് പടം. വടിവേലൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നല്ല ഒരു ആക്ടിംഗ് ആണ്. അതായത് ഫഹദ് ഫാസിലും രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് സ്കോർ ചെയ്യുന്നുണ്ട്. നല്ല സിനിമ. അതായത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കെതിരെ വരുന്ന ഒരു ചൂഷണത്തിനെതിരെ ഉണ്ടാകുന്ന ഒരു ഫിലിമാണ്. നമുക്ക് കൂടുതൽ ആധികാരികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാണുക, ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നല്ലൊരു മൂവി. മനുഷ്യൻ ഗംഭീര എക്സ്പീരിയൻസ് ആണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ശരിക്കും. എങ്ങനെയുണ്ട് ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് ഒക്കെ? ഫഹദ് ഫാസിലിന്റെ പെർഫോമൻസ് നല്ലതാണ്, പക്ഷേ അതിൽ മേളിൽ നിൽക്കുന്ന വടിവേലിന്റെ പെർഫോമൻസ് ആണ്. ഫഹദ് ഫാസിൽ ഒരു കള്ളനായിട്ടാണ് ഇതിനകത്ത്. കള്ളനായിട്ടാണ്, പക്ഷെ നേരത്തെയും കള്ളനായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത് പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് സംഭവം കൊണ്ടുവരിക്കുന്നത്. ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആണോ? ഹാർട്ട് ടച്ചിങ് ആണ്. ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ സമൂഹത്തിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ലൈറ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് പരിപാടി മൊത്തം മാറുകയാണ്. ഗംഭീര ക്ലൈമാക്സ് ആണ്. ഗംഭീര പടമാണ്. നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഒന്ന് കാണുന്നതായിരിക്കും ബെറ്റർ. ട്വിസ്റ്റ് പറയുന്നില്ല. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. വടിവേല് പൊളിച്ചു. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് പടം വേറെ ലെവലിലോട്ട് പോകും. വേറെ ലെവലിലോട്ട് ഇപ്പൊ നല്ലൊരു മെസ്സേജ് ആണോ തരുന്നത്? നല്ലൊരു മെസ്സേജ്. നമ്മൾ പ്രതീക്ഷിക്കാതെ കുറെ ട്വിസ്റ്റൊക്കെ ഉണ്ട് പടത്തിൽ. പടം കൊള്ളാം, നല്ല പടമാണ്. ഫഹദ് ഫാസിലും വടിവേലും രണ്ടുപേരും തകർത്ത് അഭിനയിച്ചു. നല്ല സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ ലേഡീസ് ഒക്കെ ഉറപ്പായിട്ട് കണ്ടിരിക്കണം. എല്ലാവരും കാണാം. കുഞ്ഞുങ്ങളും കുട്ടികൾക്കും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടം. നല്ലൊരു മെസ്സേജ് ആണ്. എല്ലാവരും